വാഹനാപകട കേസുകളിൽ നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നതിനുള്ള സമയപരിധി ടൈം ബാർ 6 മാസം എന്നുള്ളത് സുപ്രീം കോടതി താൽക്കാലികമായി സ്റ്റേ ചെയ്തിരിക്കുന്നു. നമുക്കറിയാം, സമാനമായ സിവിൽ സ്വഭാവമുള്ള കേസുകൾ നിശ്ചിത സമയത്തിനുള്ളിൽ ഫയൽ ചെയ്യാതിരിക്കുന്ന സാഹചര്യത്തിൽ സെക്ഷൻ 5 ലിമിറ്റേഷൻ ആക്ട് പ്രകാരം ആ കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഫയൽ ചെയ്യുമ്പോഴും അതിൽ പ്രധാനമായും ഉൾപ്പെടുത്തുന്ന ഒരു കണ്ടൻഷൻ എന്ന് പറയുന്നത് മെഡിക്കൽ സംബന്ധമായ കാരണങ്ങൾ കൊണ്ട് എനിക്ക് കൃത്യസമയത്ത് കേസ് ഫയൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ യഥാർത്ഥത്തിൽ പരിക്ക് പറ്റി, എല്ല് പൊട്ടി, മെൻ്റൽ ട്രോമയിൽ കഴിയുന്ന ഒരു വ്യക്തിയോട് 6 മാസത്തിനുള്ളിൽ കേസ് ഫയൽ ചെയ്യണമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ ഒരു ആക്ടിനോടുള്ള അതിൻ്റെ അന്തസത്ത ചോർന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു നിയമം, മോട്ടോർ വെഹിക്കിൾ ആക്ടിനെ ഉദ്ദേശിക്കുന്നത് തന്നെ ഒരു സാമൂഹിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഒരു വെൽഫെയർ ലെജിസ്ലേഷനാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു നിയമം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. മാത്രമല്ല, ഇതിലൊരു കേസ് പോലും നടത്താതെ, ഒരു കേസ് നടപടിക്രമങ്ങളിൽ ഒന്നും പോകാതെ തന്നെ യഥാർത്ഥത്തിൽ ഇൻഷുറൻസ് ക്ലെയിം കൊടുക്കേണ്ടതുണ്ട്. എന്നാൽ നിസ്സാരമായ സാങ്കേതികത്വം പറഞ്ഞുകൊണ്ട് ഇൻഷുറൻസ് കമ്പനികൾ ക്ലെയിം നിഷേധിക്കുന്ന ഒരു പ്രവണത കൂടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് നൂറുകണക്കിന് കേസുകൾ ഈ ടൈം ബാറിൻ്റെ പേരിൽ രാജ്യത്തിൻ്റെ വിവിധ കോടതികളിൽ തീർപ്പാക്കുന്നതിന് വേണ്ടി കെട്ടിക്കിടക്കുന്ന ഈ സാഹചര്യത്തിൽ സുപ്രീം കോടതി ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവവും പ്രാധാന്യവും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഇടക്കാല ഉത്തരവ് വന്നിരിക്കുന്നത്. തീർച്ചയായും നമുക്ക് കാണാം. അതുകൊണ്ട് ഏറ്റവും അടുത്ത ദിവസത്തേക്ക് ഇത് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. 25/11/2025 ഈ കേസ് ഷെഡ്യൂൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഇത് തീർത്തും അത്തരം കേസുകളെ സംബന്ധിച്ചിടത്തോളം, പരിക്ക് പറ്റി ആളുകളെ സംബന്ധിച്ചിടത്തോളം, അങ്ങനെ അപേക്ഷിക്കാൻ കൃത്യസമയത്ത് പറ്റാത്ത നൂറുകണക്കിന് ആളുകളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസകരമായ ഒരു കാര്യമാണിത്.